9th standard physics chapter 3 laws of motion. അപ്പോൾ ഇതിലത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻസിലേക്കൊന്ന് പോകാം. എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈക്വൽ ടു യു അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റിനെ യു എന്നാണ് അല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫൈനൽ വെലോസിറ്റി വി, ബോഡി ഓഫ് മാസ് അങ്ങനെയാണ് എം എന്നാണ്. ഇനീഷ്യൽ മൊമെന്റം എന്താണ് ഇക്വേഷൻ എം യു, ഫൈനൽ മൊമെന്റം എം വി, change in momentum mv minus mu, rate of change of momentum m into v minus u by t. അതല്ലെങ്കിൽ എങ്ങനെ എം എ എന്ന് ചെയ്യാം അല്ലേ, രണ്ടും സെയിം തന്നെയാണ്. ദെൻ ഫോഴ്സ് എഫ് ഈക്വൽ ടു എം എ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആദ്യം തന്നെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. First question, a body of mass 5 kg traveling with a velocity of 144 km per hour comes to rest in 4 seconds. Calculate its initial momentum, final momentum, change in momentum, rate of change of momentum. അല്ലേ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതൊക്കെ എടുത്തെഴുതാം. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മാസ് തന്നിട്ടുണ്ട് 5 kg, യു ഇനീഷ്യൽ മൊമെന്റ് എത്രയോ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് യുടെ 144 km per hour ആണ്. നമ്മൾ അതിനെന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക? അതായത് 144 5/18 അല്ലേ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്താവും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. അപ്പോൾ 144 × 5/18 നമുക്ക് എത്ര കിട്ടും? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? അതായത് ടി അല്ലേ, ടി എത്രയാണ്? ടി തന്നിരിക്കുന്നത് 4 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി അല്ലേ, എങ്ങനെയാണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്? കംസ് ടു റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി എത്ര വരും? 0 എന്നാണ് വരുന്നത് അല്ലേ. ഇനി ഇനീഷ്യൽ മൊമെന്റം എം യു എന്നാണ് പറയുന്നത് അല്ലേ. ഇനീഷ്യൽ മൊമെന്റം എം യു, എം എന്ന് പറയുന്നത് മാസ് ആണ്. അപ്പോൾ 5 kg ഇൻറ്റു യു എത്രയാണ്? യു 40 അല്ലേ, 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈക്വൽ ടു എത്ര കിട്ടും? 200 kg മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇനി എം വി എന്ന് പറയുമ്പോൾ എം എത്രയാണ്? 5 kg ഇൻറ്റു 0 അല്ലേ. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എത്ര കിട്ടും? 0 തന്നെ വരും. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം എങ്ങനെയാണ്? 0 മൈനസ് 200 kg മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 200 അല്ലേ. 0 നിന്ന് 200 മൈനസ് ചെയ്യാൻ പറയുമ്പോൾ മൈനസ് 200 kg മീറ്റർ പെർ സെക്കൻഡ് എന്ന്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്? എം വി മൈനസ് എം യു ബൈ ടി അല്ലേ. എം വി മൈനസ് എം യു എത്രയാണ്? മൈനസ് 200 kg മീറ്റർ പെർ സെക്കൻഡ് ബൈ ടി എത്രയാണ്? 4 സെക്കൻഡ്. അപ്പോൾ ഇനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? മൈനസ് 50 അല്ലേ. 200നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 50 മൈനസ് 50 kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. Question, a hockey ball of mass 200 gram hits a hockey stick with a speed 200 meter per second and returns with the same speed through the same path. What is the change in momentum? ഞാൻ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ നമുക്ക് എടുത്തെഴുതാം. ഇവിടെ മാസ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 200 ഗ്രാം എന്നാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാമിനെ എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. എങ്ങനെയാണ് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുന്നത്? അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാമിലേക്ക് മാറി അല്ലേ. 0.2 kg എന്ന് കിട്ടി. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ, ഹോക്കി സ്റ്റിക്ക് എങ്ങനെയാണ്? സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ഹിറ്റ് ചെയ്യുന്നത് അല്ലേ, തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ യു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി അവിടെ തന്നെ എന്താണ്? റിട്ടേൺസ് വിത്ത് സെയിം സ്പീഡ് ത്രൂ സെയിം പാത്ത്. അതേ വഴിയിലുള്ള റിട്ടേൺ തിരിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതേ സ്പീഡിൽ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് ഫൈനൽ വെലോസിറ്റി വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. ഇനീഷ്യൽ മൊമെന്റം എം യു എന്ന് പറയുമ്പോൾ എം എത്രയാണ്? 0.2 kg അല്ലേ ഇൻറ്റു യു 20
സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക 4 kg മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, ഇവിടെയോ മാസ് 0.2 kg ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എത്രയാണ് -20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം തന്നെ -4 kg മീറ്റർ പെർ സെക്കൻഡ് എന്നായി അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ എം വി മൈനസ് എം യു എന്ന് പറയുമ്പോൾ -4 kg മീറ്റർ പെർ സെക്കൻഡ് -4 kg മീറ്റർ പെർ സെക്കൻഡ്. ഇതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? അതായത് -4 +4 എന്നാണ് എടുക്കുന്നത് അല്ലേ. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക? ഒരു പ്രാവശ്യം മാറ്റിയതാ. -4 പ്ലസ് -4 വരും. അതായത് -8 ആണ് വരുന്നത് അല്ലേ. -8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. Third question, what is the rate of change of momentum of a loaded truck of mass 10,000 kg if its velocity changes from 15 meter per second to 12 meter per second in 4 seconds? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മാസ് 10,000 kg തന്നെ t 4 സെക്കൻഡ്സിലാണ് തന്നിട്ടുണ്ട്. വെലോസിറ്റിയുടെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 15 to 12. 15ൽ നിന്നും 12ലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ 15 ആണ് എന്താണത്തെ ഇനീഷ്യൽ വെലോസിറ്റി, 12ലേക്ക് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ അത് ഫൈനൽ വെലോസിറ്റി ആണ് അല്ലേ. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ്. എന്താണ് ഫോർമുല വരുന്നത്? എം ബി മൈനസ് എം യു ബൈ ടി. നമുക്ക് എന്ത് ചെയ്യാം? എം ബി കണ്ടുപിടിക്കുക, എം യു കണ്ടുപിടിക്കുക, എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ടി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എം കോമൺ ആയതുകൊണ്ട് എമ്മിനെ പുറത്തേക്ക് എടുത്താൽ എങ്ങനെ വരും? എം ഇൻറ്റു ബി മൈനസ് യു ബൈ ടി. ഇങ്ങനെയും ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. ഈക്വൽ ടു എന്ത് വന്നു? എം എന്ന് പറയുന്നത് 10,000 kg ഇൻറ്റു ബി 12 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 15 മീറ്റർ പെർ സെക്കൻഡ് ബൈ ടി എത്രയാണ്? 4 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 10,000 ഇൻറ്റു -3 ബൈ 4 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാം അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 2,500 അല്ലേ. അപ്പോൾ ഇതിനൊരു -7,500 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? എന്താണ് താഴെ തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ പെടാത്തത് അല്ലേ. ഏതാണ്? അതിൽ സ്പീഡാണ് അല്ലേ. നെക്സ്റ്റ് എന്താ? എ കപ്പ് ഈസ് കവേർഡ് വിത്ത് കാർഡ്ബോർഡ് ആൻഡ് എ കോയിൻ ഈസ് കെപ്റ്റ് ഓൺ ദ കാർഡ്ബോർഡ്. എന്താ പറയുന്നത്? ഒരു കപ്പിന് മുകളിൽ ഒരു കാർഡ്ബോർഡും അതിന് മുകളിൽ ഒരു നാണയം വെച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താ പറയുക? വാട്ട് ഹാപ്പൻസ് ടു ദ കോയിൻ വെൻ ദ കാർഡ്ബോർഡ് ഈസ് സ്റ്റക്ക് ഓഫ് സഡൻലി. എന്താണ്? കാർഡ്ബോർഡിനെ പെട്ടെന്ന് നമ്മൾ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാണയത്തിന് എന്താണ് സംഭവിക്കുന്നത്? വൈ ഡസ് ഇറ്റ് ഹാപ്പൻ? എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ദ കോയിൻ വിൽ ഫോൾ ഇൻ ടു ദ കപ്പ്. എന്താണ് നാണയത്തിന് സംഭവിക്കുന്നത്? കോയിൻ കപ്പിലേക്ക് വീഴും. വെൻ ദ കാർഡ്ബോർഡ് ഈസ് സ്ട്രക്ക് ഓഫ് സഡൻലി. എന്താണ്? കാർഡ്ബോർഡ് പെട്ടെന്ന് തട്ടിത്തെറിപ്പിക്കുമ്പോൾ എ മൊമെൻ്ററി ഫോഴ്സ് ആക്ട്സ് ഓൺ ദ കാർഡ്ബോർഡ്. പെട്ടെന്ന് തന്നെ ഒരു ബലം അതിൽ പ്രയോഗിക്കപ്പെടുകയാണ് അല്ലേ. സോ ഇറ്റ് മൂവ്സ്. അതുകൊണ്ട് കാർഡ്ബോർഡ് നീങ്ങിപ്പോകുന്നു അല്ലേ. ബട്ട് ദ കോയിൻ റിമെയിൻ സ്റ്റേഷനറി. പക്ഷേ ആ കോയിൻ അപ്പോഴും എന്താണ്? നിശ്ചലാവസ്ഥയിൽ അല്ലേ. ഒരു സ്റ്റേഷനറി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഡ്യൂ ടു ഇറ്റ്സ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. എന്താ അങ്ങനെ നിൽക്കാനുള്ള കാരണം? ഇനേഷ്യ ഓഫ് റെസ്റ്റ്. കാരണം എന്താണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? ഇനേഷ്യ ഓഫ് എ ബോഡി ഈസ് എ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്താണ്? അതായത് അതിനെ നിശ്ചലാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി, അതിനെയാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഇനേഷ്യ ഓഫ് റെസ്റ്റ് കാരണം എന്ത്? കോയിൻ അവിടെ എന്തായിട്ട് റിമെയിൻ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ എന്താണ്? ഫോൾസ് ഡൗൺ ഇൻ ടു ദ കപ്പ് ഡ്യൂ ടു പുൾ ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി മൂലം അല്ലേ, ഗുരുത്വാകർഷണ ബലം മൂലം ആ കപ്പിലേക്ക് എന്ത് വീഴും? കോയിൻ വീഴുന്നു. Question, to clean a carpet we hold it up and hit it with a stick, the dust falls off, give reason. എന്താണ്? നമ്മളൊരു കാർപ്പറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ വി ഹോൾഡ് ഇറ്റ് അപ്പ് അല്ലേ. നമ്മളതിനെ തൂക്കി പിടിച്ചിട്ട് ഹിറ്റ് ഇറ്റ് വിത്ത് എ സ്റ്റിക്ക്, ഒരു കമ്പ് കൊണ്ട് അടിക്കും അല്ലേ. ദ ഡസ്റ്റ് ഫോൾസ് ഓഫ്. അപ്പോൾ എന്താവും? ആ പൊടിയൊക്കെ വീണു പോകും. ഗിവ് റീസൺ. എന്താണ് അങ്ങനെ അതിനുള്ള കാരണം?
വെൻ വി ഹിറ്റ് ദ കാർപ്പറ്റ് സഡൻലി മൂവ്സ് അല്ലേ, എന്താണ് നമ്മൾ കാർപ്പറ്റിനെ തട്ടുമ്പോൾ ദ കാർപ്പറ്റ് സഡൻലി മൂവ്, കാർപ്പറ്റ് മൂവ് ചെയ്യും അല്ലേ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കാർപ്പറ്റ് മൂവ് ചെയ്യും. ബട്ട് ഡ്യൂ ടു ഇനേഷ്യ ഓഫ് റസ്റ്റ് ദ റസ്റ്റ് പാർട്ടിക്കിൾ ടെൻ ടു കണ്ടിന്യൂ ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. പക്ഷേ ഇനേഷ്യ ഓഫ് റസ്റ്റ് കാരണം എന്താണ്, ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തിനാ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും അല്ലേ. ആൻഡ് ഗെറ്റ് ഡീറ്റാച്ച്ഡ് ഫ്രം ദ കാർപ്പറ്റ്, അപ്പോൾ എന്താവും, അത് കാർപ്പറ്റിൽ നിന്നും വേർപെട്ട് പോകും. 7th question, when a horse pulls the horse cart moves forward. എന്താണ്, ഒരു കുതിരവണ്ടിയെ കുതിര വലിക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നു. The cart in turn pulls the horse with an equal and opposite force. അതേസമയം കുതിരവണ്ടി കുതിരയെ എതിർ ദിശയിൽ തുല്യബലത്തോടെ വലിക്കും. ബട്ട് ദ ഹോഴ്സ് ആൻഡ് ദ കാർട്ട് ഗോ ഹെഡ്, പക്ഷേ എന്താണ്, കുതിരയും വണ്ടിയും മുന്നോട്ട് പോകും. ഹൗ ദിസ് ഈസ് പോസിബിൾ അല്ലേ, എങ്ങനെയാണിത് സാധ്യമാകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. A horse and cart can move forward because the force of friction from the ground on the horse and cart system acts in the forward direction. എന്താ പറയുന്നത്, ഹോഴ്സ് ആൻഡ് കാർട്ട് ക്യാൻ മൂവ് ഫോർവേഡ്, ഒരു കുതിരയ്ക്കും വണ്ടിക്കും മുന്നോട്ട് നീങ്ങാൻ കഴിയും. ബിക്കോസ് എന്തുകൊണ്ടാണ്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഫ്രം ദ ഗ്രൗണ്ട് ഓൺ ദ ഹോഴ്സ് ആൻഡ് കാർട്ട് സിസ്റ്റം ആക്ട്സ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. എന്താ കാരണം, കുതിരയുടെയും വണ്ടിയുടെയും എന്താണ്, നിലത്ത് നിന്നും വരുന്ന ഫ്രിക്ഷൻ അല്ലേ, നിലത്ത് നിന്നും ഗ്രൗണ്ടിൽ നിന്നും എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വരുന്നുണ്ട് അല്ലേ, നിലത്ത് നിന്നും ഒരു ഘർഷണത്തിൻ്റെ ശക്തി വരുന്നുണ്ട്. അത് ഇതിനെ മുന്നോട്ടുള്ള ദിശയിൽ പ്രവർത്തിക്കും. This is because the horse pushes the ground backwards while pulling the cart and the ground pushes the horse forward with an equal and opposite force. ഇനി എന്തുകൊണ്ട് അത് സംഭവിക്കുന്നത്, വണ്ടി വലിക്കുമ്പോൾ കുതിര എന്ത് ചെയ്യും, നിലത്തിനെ അല്ലേ, ഗ്രൗണ്ടിനെ പിന്നിലോട്ട് അല്ലേ, ബാക്ക്വേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, പിന്നിലോട്ട് തള്ളുകയും. ഇനി ഗ്രൗണ്ട് എന്താ ഉണ്ടാവുന്നത്, ഗ്രൗണ്ട് കുതിരയെ മുന്നോട്ട് തള്ളുകയും. ഇനി എങ്ങനെയാണത്, തുല്യവും വിപരീതവുമായുള്ള ശക്തിയോട് കൂടിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.